നമസ്കാരം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏതാണ്ട് 1,00,00,000-ലധികം വരുന്ന ആളുകൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ വാങ്ങിച്ചിട്ട് അവരുടെ പല ആവശ്യങ്ങളും നിറവേറ്റുന്നുണ്ട് കേട്ടോ. കാരണം 60 വയസ്സ് കഴിയുന്ന സമയത്ത് സാധാരണഗതിയിൽ മനുഷ്യന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെയധികം മോശമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അവർക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു 1000 രൂപയാണെങ്കിൽ കൂടിയും അത് അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഒരു ഗവൺമെന്റിന്റെയും വീട്ടിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഭരിക്കാനിരിക്കുന്ന നേതാക്കന്മാരുടെ മന്ത്രിമാരുടെയും വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നോ എടുത്ത് കൊടുക്കുന്ന കാശൊന്നുമല്ല. ഇത് നമ്മൾ തന്നെ നികുതിയായിട്ട് കൊടുക്കുന്നതിൽ അതായത് 60 വർഷത്തോളം നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ നികുതിയായി കൊടുക്കുന്ന കാശിൽ നിന്നും ഒരു കുഞ്ഞൊരു വിഹിതമാണ് 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പെൻഷനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏത് ഗവൺമെന്റ് ആയാലും ശരി തന്നെ, അത് ആരുടെയും ഔദാര്യമൊന്നുമല്ല, അത് വാങ്ങിക്കുന്ന ആളുടെ അവകാശമാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട്, ബുദ്ധിയും വിവരവും കാര്യങ്ങളും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ഒരു വെകിടൻ. അയാളുടെ ഒരു പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതുപോലുള്ള ആ ഒരു വിവരദോഷിനെയൊക്കെ അയാളുടെ പാർട്ടിക്കാർ തന്നെ തള്ളിക്കളഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ആ കഴുതയ്ക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വിഷയം അങ്ങ് വിടാം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഈ കോൺഗ്രസ്സുകാരും ഈ പറഞ്ഞ വേട്ടാവളിയനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. കാരണം കഴിഞ്ഞ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോണ സമയത്ത് എത്ര രൂപ അല്ലെങ്കിൽ എത്ര മാസത്തെ കുടിശ്ശിക ഇട്ടിട്ടാണ് പോയതെന്ന് ആലോചിക്കണം. ഈ പറയുന്നവരൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം അത് ഈ പറയുന്ന ആരുടെയും പണ്ട് ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്, കേരളത്തിലെ ഖജനാവിൽ നിന്ന് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്രയും മാസത്തെ പെൻഡിങ് ഇട്ടതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. രാഷ്ട്രീയം തലക്കി പിടിച്ചിട്ട് നമ്മൾ വായി തോന്നുന്ന വിളിച്ചു പറയണത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിന് എല്ലാ കാര്യങ്ങളിലും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഇലക്ഷൻ പ്രമാണിച്ചിട്ടാണെങ്കിൽ കൂടിയും ഇപ്പോൾ 2000 രൂപ എന്ന് പറയുന്നത് സാധാരണക്കാരന് ഒരു മാസം കിട്ടുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് നിറവേറ്റാനായിട്ട് പറ്റുന്നത്. 2000 രൂപ ഒരു പ്രായമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം 2000 രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നാലും 2000 ആക്കി കൊടുക്കുന്നുണ്ടല്ലോ. ഇതുവരായിട്ടും ഈ UDF ഗവൺമെന്റ് ഇത്രയും 10-18 മാസം പെൻഡിങ് ആക്കി എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും പെൻഡിങ് ഒന്നും വരുത്താതെ അവർ കൃത്യമായിട്ട് കാശ് കൊടുക്കുന്നുണ്ടല്ലോ. ആരുടെ ഔദാര്യവും അല്ലെങ്കിൽ കൂടിയും അവർ കാശ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഭിനന്ദിക്കണം. പക്ഷേ ആ ഗവൺമെന്റ് കൊടുക്കുന്ന കാശിനെ സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയും വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിലും ഇതുപോലെയുള്ള നാറിയ നേതാക്കന്മാരിങ്ങനെ കൂകിക്കൊണ്ട് നടക്കുന്നതിന് നമ്മൾ എതിർക്കുകയും ചെയ്യണം. ഓക്കെ.